നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാധാരണ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും അതിലെ നേതാക്കളും ഒക്കെ സീറ്റിനായി കടിപിടി കൂടുന്ന ദൃശ്യം, കരഞ്ഞ് നിലവിളിക്കുന്ന ദൃശ്യം, സീറ്റ് ലഭിച്ചവരുടെ ആഹ്ലാദം, ഇതൊക്കെ വാർത്തയാകാറുണ്ട്. ബീഹാറിൽ നിന്ന് അത്തരത്തിലൊരു വ്യത്യസ്തമായ വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. സ്വന്തം പാർട്ടി നേതാവിനെ സീറ്റ് കിട്ടാത്ത ഒരു നേതാവ്, ചതിയൻ, ഈ പാർട്ടി തോൽക്കും, 50 സീറ്റ് പോലും കിട്ടില്ല, 2 കോടി രൂപ ചോദിച്ചു, അത് കൊടുക്കാഞ്ഞതിനാൽ സീറ്റ് അവർ വേറെ വിറ്റു എന്നൊക്കെ ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. RJDയുടെ രാഷ്ട്രീയ ജനതാദൾ, ലാലു പ്രസാദ് യാദവിൻ്റെ RJD എന്ന പാർട്ടിയിലെ നേതാവ് മദൻ ഷായാണ് കരഞ്ഞു വിളിച്ച് വസ്ത്രമൊക്കെ വലിച്ചു കീറി ലാലുവിൻ്റെ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. നമുക്കറിയാം, ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. അവിടെ വോട്ടർ അധികാർ യാത്ര നടത്തി രാഹുലും തേജസ്വിയും ചേർന്ന് ബീഹാറിൻ്റെ മണ്ണ് ഉഴുതു മറിച്ചു എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ വിലയിരുത്തിയത്. പക്ഷേ ആ ഉഴുതുമറിച്ച മണ്ണിൽ ഇപ്പോൾ RJD കോൺഗ്രസ് നേതാക്കളുടെ തേങ്ങലുകൾ, നിലവിളികൾ ഒക്കെയാണ് ഉയരുന്നത്. ഈ ഇന്ത്യ സഖ്യം അഥവാ ഇന്ത്യ മുന്നണി, അത് മഹാസഖ്യം, മഹാഗഠബന്ധൻ എന്ന് ഹിന്ദിയിൽ പറയും. ആ മഹാഗഠബന്ധൻ അല്ലെങ്കിൽ ആ മഹാസഖ്യമായിട്ട് ബീഹാറിൽ മത്സരിക്കുമ്പോൾ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നവംബർ 4 വോട്ടെടുപ്പ് നടക്കുകയാണ്. ആ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിലേക്ക് 9 സ്ഥലങ്ങളിൽ ഇപ്പോൾ സൗഹൃദ മത്സരം നടക്കുകയാണ് മഹാസഖ്യത്തിനുള്ളിൽ. അതായത് കോൺഗ്രസിൻ്റെ നേതാക്കളും RJDയുടെ നേതാക്കളും അവിടെ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. മഹാസഖ്യത്തിന് സാധാരണ ഒരു സ്ഥാനാർത്ഥിയേ ഉണ്ടാകൂ, ഒന്നുകിൽ കോൺഗ്രസിൽ നിന്ന്, അല്ലെങ്കിൽ RJDയിൽ നിന്ന്, അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ചെറിയ പാർട്ടിയിൽ നിന്ന്. ഇത് അവിടെ കോൺഗ്രസും മത്സരിക്കുന്നു, RJDയും മത്സരിക്കുന്നു. ചോദിക്കുമ്പോൾ സൗഹൃദ മത്സരം എന്നാണ് പറയുന്നത്. എന്തായാലും മഹാഗഠബന്ധൻ്റെ ടയറ് പഞ്ചറായി വഴിയിൽ കിടക്കുന്ന കാഴ്ചയാണ് ബീഹാറിൽ കാണുന്നത്. അതേസമയം NDA ആകട്ടെ വലിയ അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ, വലിയ തർക്കങ്ങളില്ലാതെ, ചെറിയ തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ അതിനുള്ളിൽ നടന്നു. ചില അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രസക്കേടുകളും പൊരുത്തക്കേടുകളും ഒക്കെ അവിടെയുമുണ്ട്. പക്ഷേ അതിനെയെല്ലാം പറഞ്ഞു തീർത്ത് ഒരു സമവായത്തിലെത്തിച്ച് വളരെ കൃത്യമായിട്ട് ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് വേണ്ടുന്ന സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി അവിടെ NDA കൃത്യമായി പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുന്നു. NDA മുന്നണിക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മുന്നണിക്കുള്ളിൽ നിന്ന് അവിടെ മത്സരിക്കുന്നില്ല. അതേസമയം മഹാഗഠബന്ധനാകട്ടെ 9 മണ്ഡലങ്ങളിലെ കഥ ഞാൻ പറഞ്ഞു. ഞാൻ പേരെടുത്ത് മണ്ഡലങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അത്ര വിശദമായിട്ട് പോകേണ്ട കാര്യമില്ല. വൈശാലി പോലെയുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ ജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്ന് കോൺഗ്രസും RJDയും പരസ്പരം ഏറ്റുമുട്ടുന്നത്. ഇപ്പോൾ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ആ 9 സീറ്റുകൾ NDAക്ക് ഉറപ്പിക്കാം എന്നാണ്. കാരണം രണ്ടുപേരും വാശിയിൽ ഒട്ടും പുറകിലില്ല. കോൺഗ്രസും RJDയും തങ്ങളുടേതായ രീതിയിൽ അവിടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. രണ്ടുപേരും വിട്ടുകൊടുക്കില്ല എന്ന ഒരു നിലപാടിലാണ്. ഇന്നാണ് പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മുമ്പ് പത്രിക പിൻവലിക്കണം. ഈ 3 മണി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും പറയാൻ കഴിയും 9 മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കുക, അവിടെ ആര് ജയിക്കും എന്ന്. ഈ സൗഹൃദ മത്സരം ഇതുപോലെ തുടർന്ന് പോവുകയാണെങ്കിൽ ഏതാണ്ട് രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ ലാലു പ്രസാദ് യാദവിനോടും തേജസ്വി യാദവിനോടും ഒക്കെ ചർച്ച ചെയ്തു. ഈ തേജസ്വി യാദവ് ആകട്ടെ ലാലു ആകട്ടെ അല്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കോൺഗ്രസ് നേതാക്കളും താൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് പറഞ്ഞ് അവിടെ നിലകൊള്ളുകയാണ്. ഒരു തരത്തിലും 2 ഭാഗത്തും വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് തന്നെ ഈ 9 മണ്ഡലങ്ങളിലും ഈ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു സൗഹൃദ മത്സരം നടന്നേക്കും എന്ന
തീരുമാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർണയത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. അങ്ങനെയെങ്കിൽ അത് എൻ ഡി എക്ക് സാധ്യതകൾ വർദ്ധിപ്പിക്കും. എൻ ഡി എ വലിയ രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ എൻ ഡി എയുടെ മിഷനറി അവിടെ ചലിക്കുന്നുണ്ട്. കാരണം ബി ജെ പിക്ക് താഴെത്തട്ടിൽ വരെ വളരെ സുന്ദരമായ മിഷനറി ഉണ്ട്, വളരെ കൃത്യമായി കേഡർ സംവിധാനമുണ്ട്. നിതീഷിൻ്റെ ഇമേജും കൂടിയാകുമ്പോൾ ചിരാഗ് പാസ്വാനെ പോലെയുള്ള ഈ പട്ടികജാതി വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാക്കൾ കൂടി എൻ ഡി എ മുന്നണിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് മുന്നണിക്ക് വലിയ നേട്ടമുണ്ടാക്കും. അവിടെ ഈ പറഞ്ഞ നിതീഷിൻ്റെ തുടർഭരണം ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ജനവികാരം മാറിയിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അല്പസ്വല്പം ജനവികാരം, ഭരണവിരുദ്ധ തരംഗം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ നിതീഷ് കുമാറിനെതിരായ ഒരു നിലപാട്, നിതീഷിൻ്റെ പ്രായം, നിതീഷിൻ്റെ ഈ ചാഞ്ചാട്ടം, ഒരു മുന്നണിയിലും ഉറച്ചു നിൽക്കാത്ത സ്വഭാവം, ഇതൊക്കെ അവിടെ വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായിരുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിക്കുന്ന, അതിനെല്ലാം മറികടക്കുന്ന ചക്കളത്തിൽ പോരാണ് ബീഹാറിലെ ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ ജനങ്ങൾ ഇന്ത്യ മുന്നണിയെ വിശ്വസിക്കുന്നില്ല. അവർക്ക് വോട്ട് കൊടുക്കാൻ നിഷ്പക്ഷരായ ജനം തയ്യാറാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ ലാലുവിൻ്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് നിലവിളിച്ച് വസ്ത്രമൊക്കെ കീറി പ്രതിഷേധിച്ച മദൻ ഷാ ഒരു കാര്യം കൂടി പറയുന്നു. ഈ വോട്ട്, ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന വേളയിൽ തന്നോട് 2 കോടി രൂപ ആവശ്യപ്പെട്ടു സഞ്ജയ് യാദവ്. തേജസ്വി യാദവിൻ്റെ വലം കൈയും മനസാക്ഷി സൂക്ഷിപ്പുകാരനും വിശ്വസ്തനുമായ സഞ്ജയ് യാദവ് തന്നോട് 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് ഇദ്ദേഹം പറയുന്നത്, നമ്മുടെ മദൻ ഷാ പറയുന്നത്. മാത്രമല്ല മദൻ ഷാ പറയുന്നു, ആ പണം കൊടുക്കാൻ തനിക്ക് ലാലു സീറ്റ് ഉറപ്പ് പറഞ്ഞിരുന്നതാണ്, തീർച്ചയായിട്ടും താൻ മത്സരിക്കും എന്ന് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ അതിനെ അട്ടിമറിച്ചത് തേജസ്വി യാദവിൻ്റെ വിശ്വസ്തനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ സഞ്ജയ് യാദവാണ്. സഞ്ജയ് യാദവ് തനിക്കിട്ട് പാര വയ്ക്കുകയായിരുന്നു. 2 കോടി രൂപ കൊടുക്കാൻ തൻ്റെ കൈവശമില്ല, അതുകൊണ്ട് തന്നെ ആ സീറ്റ് ബി ജെ പിയുടെ ഒരു ഏജന്റിന് വിറ്റു, 2 കോടി രൂപ വാങ്ങി വിറ്റു എന്ന ആക്ഷേപവും മദൻ ഷാ ഉന്നയിക്കുന്നു. എന്തായാലും ബീഹാറിലെ പ്രാദേശിക ചാനലുകൾക്ക് ഉത്സവമാണ്. അവർ ഈ ദൃശ്യങ്ങൾ, മദൻ ഷായുടെ ഈ കരഞ്ഞ് കൂവി നിലവിളിച്ച് വസ്ത്രമൊക്കെ വലിച്ചു കീറി റോഡിൽ കിടന്ന് ഉരുണ്ട് തലയിട്ടടിക്കുന്ന മദൻ ഷായുടെ ദൃശ്യങ്ങൾ ഇന്ന് ഈ ബീഹാറിലെ പ്രാദേശിക ചാനലുകളിൽ തലങ്ങും വിലങ്ങും പായുകയാണ്. എന്തായാലും വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയും ഈ പറഞ്ഞതുപോലെ RJDയും കോൺഗ്രസുമൊക്കെ. ഒരു വശത്ത് ഈ സീറ്റ് വിറ്റു, കോൺഗ്രസിനെതിരെയും ഈ ആക്ഷേപമുണ്ട്. 5 കോടി രൂപ വാങ്ങി വിക്രം എന്ന മണ്ഡലത്തിലെ സീറ്റ്, ആ മണ്ഡലം വിറ്റു എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ബീഹാർ PCC അധ്യക്ഷനെയും അതുപോലെ തന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറിയെയും രാജേഷ് റാം, അതുപോലെ തന്നെ ഈ കൃഷ്ണ അല്ലാവുരു, ഈ 2 പേരെയും പാറ്റ്നയിലെ എയർപോർട്ടിലിട്ട്, വിമാനത്താവളത്തിലിട്ട് അണികൾ കൈകാര്യം ചെയ്യുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. ഓടിച്ചിട്ട് തല്ലുന്ന ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അവസാനം CISF ഇടപെട്ടാണ് 2 നേതാക്കളെയും രക്ഷപ്പെടുത്തി കാറിൽ കയറ്റി അവിടുന്ന് പറഞ്ഞു വിട്ടത്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഒരു മുന്നണിയെ, ഒരു പാർട്ടിയെ ജനം എന്തിന് വിശ്വസിക്കണം? ഈ ചോദ്യം ചോദിക്കുന്നത് മറ്റാരുമല്ല, അവിടെ ഒരു പാർട്ടി ഉണ്ടാക്കി 3ാം മുന്നണിയെപ്പോലെ അവിടെ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ, ആസൂത്രകൻ പ്രശാന്ത് കിഷോറാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ജൻ സ്വരാജ് പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, ഇവരെ എങ്ങനെ വിശ്വസിക്കും? ഇവിടെ ഇപ്പോൾ ബീഹാറിൽ മത്സരം NDAയും ജൻ സ്വരാജ് പാർട്ടിയും തമ്മിലാണ്. നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അപ്രസക്തമായിരിക്കുന്നു ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അവർ ഒരു തരത്തിലും കരകയറുകയില്ല. അതുകൊണ്ട് തന്നെ ജനം അവരെ കൈയൊഴിഞ്ഞിരിക്കുന്നു. മത്സരം NDAയും ജൻ സ്വരാജ് പാർട്ടിയും തമ്മിലാണ് എന്ന് അവകാശപ്പെട്ട് പ്രശാന്ത് കിഷോർ രംഗത്തെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇന്ത്യ മുന്നണിയിലെ ചെറിയ കക്ഷികൾ, മറ്റു ചില കക്ഷികൾ അവർ വിട്ടുപോയിട്ട് ഒവൈസിയുമായി ചേർന്ന്
മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ, മുസ്ലിം വോട്ടുകൾ ധാരാളമുള്ള പ്രദേശങ്ങളിൽ അവർ ഒരുമിച്ച് മത്സരിക്കുന്നു. ഒവൈസി സ്ഥാനാർത്ഥികളെ, അദ്ദേഹത്തിൻ്റെ പാർട്ടി അസാസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അവരുമായി ചേർന്ന് അവിടെ മത്സരിക്കുകയാണ്. ഇതും ഇന്ത്യ മുന്നണിക്ക് വലിയ ദോഷം ചെയ്യും. ഇന്ത്യ മുന്നണിക്ക് കിട്ടേണ്ട വോട്ടുകൾ വിഘടിപ്പിക്കും, ഭിന്നിപ്പിക്കും. NDAയുടെ ജയം അത് അനായാസേന NDAക്ക് ജയിക്കാവുന്നൊരു സാഹചര്യം ഒരുക്കും എന്നൊക്കെയാണ് ബീഹാറിൽ നിന്ന് തന്നെയുള്ള തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്, സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നവംബർ 14 പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയാം RJDയും ഇന്ത്യ മുന്നണിയും രാഹുലും തേജസ്വിയുമൊക്കെ ഇനി ഇന്ത്യയിൽ ഉണ്ടാകുമോ ഇല്ലയോ, കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ നില, ഇനി മുന്നോട്ടുള്ള അവരുടെ ഭാവി എന്താണ് എന്ന് നിർണയിക്കുന്ന ഏറ്റവും ശക്തമായൊരു വഴിത്തിരിവായിരിക്കും ബീഹാർ തിരഞ്ഞെടുപ്പ് എന്ന് വ്യക്തമാണ്.